വലിയ വലിയ സ്വപ്നങ്ങൾ കാണുകയും അവസാനം നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടുകാരുടെ ഒക്കെ ഒരു പ്രതികരണം? മൂന്നാമത്തെ തവണയാണ് നെറ്റ് എഴുതുന്നത്. ഫസ്റ്റ് 2 തവണ എഴുതിയപ്പോൾ എനിക്ക് നെറ്റ് കിട്ടിയിട്ടില്ല, ഭയങ്കര ഡൗൺ ആയിരുന്നു. ബേസിക്കലി അഡ്വന്റ് ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് അതിൻ്റെതായ ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിയിലൂടെ നമ്മൾ പോകണമെന്നുള്ളത് അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഈ മൂന്നാമത്തെ തവണ നെറ്റ് അടിക്കുമ്പോൾ ഞാനൊരു ഫുൾ ടൈം വർക്കറായിരുന്നു. 9 to 5 ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ മുന്നിൽ ആകെ കിട്ടിയ സമയം എന്ന് പറഞ്ഞാൽ വെറും 2 മണിക്കൂർ. അപ്പോൾ എന്നോട് ഒരാൾ വിളിച്ച് ചോദിക്കുക, എൻ്റെ ഫാമിലി ഉള്ളത് നെറ്റ് തന്നെ ഇൻ്റർനെറ്റ് കൊണ്ട് ഫുൾ ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ഞാൻ പറഞ്ഞു 2016 ഞാൻ SLC ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി ഒരു അംഗനവാടിയിൽ നവാസാറായിരുന്നു ക്ലാസ് എടുത്ത്. ഏകദേശം 10-35ഓളം എൻ്റെ പ്രായമുള്ള ആൺകുട്ടികളെ കൂടി നവാസിൻ്റെ അണ്ടറിലായിരുന്നു വന്നിരുന്നത് ക്ലാസ്സുകളൊക്കെ കേട്ടിരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഒരു ആഗ്രഹം, സ്വപ്നം കാണാനൊക്കെ ആഗ്രഹം ശരിക്കും എന്നെ പഠിപ്പിച്ചത് നവാസ് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം വെൽക്കം ഓൾ ടു അനദർ ന്യൂ റിസൾട്ട് പോഡ്കാസ്റ്റ് ബൈ സൈറ ലേണിങ്സ്. ഇന്ന് നമുക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അതിഥിയാണുള്ളത്. സൈറ ലേണിങ്സിനോടൊപ്പം നടക്കുകയും അതിനേക്കാൾ അപ്പുറത്ത് എന്നോടൊപ്പം എൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും നടന്നിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്, എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്, അതോടൊപ്പം സൈറയുടെ ഒരു സ്റ്റുഡൻ്റാണ്, നമ്മളുടെ ഒരു റൂംമേറ്റാണ്, ക്ലാസ്മേറ്റാണ്, എല്ലാമായിട്ടുള്ള ഷഹീലിനെ കുറിച്ചാണ് അവരുമായിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഷഹീൽ എൻ്റെ നാട്ടുകാരനാണ്. 10ാം ക്ലാസ്സിൽ അവർ പഠിക്കുന്ന സമയത്ത് ഞാൻ അവരെ ടീച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് ഓരോ ഘട്ടത്തിലും അവരുടെ വളർച്ചയിൽ അവരോടൊപ്പം നിൽക്കാനും ഷഹീലിനെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് അവസാനം PGക്ക് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒപ്പം പഠിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ച് ഒരു റൂംമേറ്റ്സായി നിന്നിട്ട് നമ്മൾ UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള യാത്രയിൽ സൈറയും അതുപോലെ തന്നെ പേഴ്സണലി ഞാനും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു വളരെ താല്പര്യപൂർവ്വം നമ്മോടൊപ്പം നടന്നിട്ടുള്ള ഒരു ആസ്പിറൻ്റാണ്. അവസാനം 3ാമത്തെ ശ്രമത്തിൽ ഷഹീൽ നെറ്റ് ക്ലിയർ ചെയ്തു. ഹിസ്റ്ററിയിലാണ് നെറ്റ് ക്ലിയർ ചെയ്തത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ജേണി എന്നാണ് ഇന്നത്തെ ഷഹീലിനോട് ചോദിക്കുന്നത് നമ്മൾ. എന്തായാലും എല്ലാവർക്കും ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വെൽക്കം ഷഹീൽ ടു സൈറ ലേണിങ്സ്. താങ്ക് യു സർ. വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ അതായത് നമ്മൾ വളരെ ചെറുപ്പം മുതൽ നിന്നുള്ളൊരു ബന്ധമാണ്. ആ ചെറുപ്പം മുതൽ തന്നെ നിങ്ങളുടെ വളർച്ച നോക്കിക്കാണാൻ സാധിച്ച ഒരാളെന്നുള്ള നിലയിൽ വളരെ സന്തോഷമാണ്. അതോടൊപ്പം നിങ്ങളുടെയൊക്കെ വിജയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളതിലൊക്കെ ഒരു സന്തോഷമുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മൾ അവസാനമായിട്ട് UGC നെറ്റിൻ്റെ റിസൾട്ട് വന്നു, നെറ്റ് ക്വാളിഫൈ ചെയ്തു, എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടിലൊക്കെ ഉള്ളൊരു അവസ്ഥ? അത് കിട്ടിയപ്പോഴൊരു സന്തോഷം ചെറുപ്പം മുതലാണ്. പ്രത്യേകിച്ച് നമ്മളൊരു നാട്ടുകാരും കൂടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ കൂടുതൽ വലിയൊരു എഡ്യൂക്കേഷൻ മീൻസ് നെറ്റ് ക്വാളിഫൈ ചെയ്യുക അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവുക അങ്ങനെയൊന്നും ചിന്ത കൂടുതലായിരിക്കും ഇല്ലാത്ത ഒരു നാടാണ്. അപ്പോൾ അവിടെ നിന്ന് ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെ ഒരു സ്വപ്നങ്ങൾ, വലിയ വലിയ സ്വപ്നങ്ങൾ കാണുകയും അവസാനം നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടുകാരുടെ ഒക്കെ ഒരു പ്രതികരണം? വീട്ടുകാരൊക്കെ വളരെ സന്തോഷമായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ഫസ്റ്റ് ജനറേഷൻ ലേണറാണ് എൻ്റെ ഫാമിലി തന്നെ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഉപ്പാക്കും ഉമ്മാക്കും എൻ്റെ പേരിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3ാമത്തെ തവണയാണ് നെറ്റ് എഴുതുന്നത്. ഫസ്റ്റ് 2 തവണ എഴുതിയപ്പോൾ എനിക്ക് നെറ്റ് കിട്ടിയിട്ടില്ല, ഭയങ്കര ഡൗൺ ആയിരുന്നു. പിന്നെ അവർക്ക് നെറ്റിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലെങ്കിൽ കൂടി നെറ്റ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ ആ സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താണ് നെറ്റ് എന്ന് അറിയില്ലെങ്കിൽ പോലും അവർക്ക് അറിയില്ലായിരുന്നു. നമുക്ക് അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു ഗ്യാങ് ആയിട്ടാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത്. നമ്മോടൊപ്പം തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരിപ്പോൾ നമ്മളൊക്കെ മോട്ടിവേറ്റ് ചെയ്യുമെങ്കിലും റിസൾട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഊക്കുക എന്നുള്ള ഒരു മെയിൻ പരിപാടിയാണ് അത്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഓരോരുത്തരും ഇപ്പോൾ കുറേ ആളുകൾ IIT-യിലേക്ക് കയറില്ല, അങ്ങനെ പലരും പല ഭാഗങ്ങളിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നു. എന്നാലും ഒരാൾക്ക് റിസൾട്ട് കിട്ടിയാൽ അതിനെ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പറയും ചെയ്യുന്ന ഒരു ഗാങ്ങിൽ നിന്ന് വന്ന് നമുക്ക് 2 തവണ എനിക്ക് കിട്ടാതിരുന്നപ്പോഴും ഇതെന്റെ അവസ്ഥ. കാരണം എന്റെ ഗാങ്ങിലുള്ള ആളുകൾക്ക് JRF ക്രാക്ക് ചെയ്യുന്നു, നവാസാറാണെങ്കിൽ തന്നെ നെറ്റ് ക്രാക്ക് ചെയ്യുന്നു. എന്റെ റൂമിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളാണ്. തീർച്ചയായും. അപ്പോഴൊക്കെ ഇത് നമ്മൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ ഹൈദരാബാദ് ഗ്രൗണ്ടിൽ ഇരുന്ന് നമ്മൾ കളി കാണുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ആക്കിലൊക്കെ JRF നേടിയത്. അതിന് വളരെയധികം ആഘോഷിക്കുക. അതേസമയം നമുക്ക് കിട്ടാത്തതിനെ ഒരുപാട് അതിനെ ആഘോഷിച്ചു എന്നുള്ളതാണ്. എന്തായാലും പഠനം മൊത്തത്തിൽ അതായത് ഇത് ബേസിക്കലി ഇതൊക്കെ നൽകുന്ന ഒരു മൂല്യം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് വിജയങ്ങളിലേക്കാളും കൂടുതൽ പരാജയങ്ങൾ ഒരുപാട് ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അത് ആരും എന്ത് ചെയ്യുന്നില്ല, വല്ലാതെ അതിനെക്കുറിച്ച് ബോധേഡാവാത്ത, ശരിക്കും പറഞ്ഞാൽ പരാജയങ്ങളെ കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കുന്ന ഒരു ജനറേഷനായിട്ട് അതാണ് ഇതിന്റെ സത്യം. ഈ പരാജയങ്ങൾ എന്ന് പറയുമ്പോൾ ഇറ്റ് കീപ്സ് മോട്ടിവേറ്റേഴ്സ്. വീണ്ടും വീണ്ടും പഠിക്കാനും അത് നേടണം, ഇവന്മാർ ഊക്കെങ്കിലും രക്ഷപ്പെടുന്നതും കൂടി നമുക്കത് ക്രാക്ക് ചെയ്യണം എന്നൊരു മെന്റാലിറ്റിയുടെ തോന്നലുണ്ടല്ലോ. അതാണ് സത്യം പറഞ്ഞാൽ ഈ പരാജയങ്ങളെ ഞാൻ കണ്ടത്, പേഴ്സണലി എടുത്തത്. തീർച്ചയായും. പിന്നെ എന്തായാലും ഇപ്പോൾ നെറ്റ് ഹിസ്റ്ററിയിലാണ് നെറ്റ് ക്വാളിഫൈ ചെയ്തത്. ബേസിക്കലി നമ്മുടെ ഒരുപാട് ആസ്പിറൻസ് ഇപ്പോൾ സൈറയുടെ തന്നെ ഇപ്പോൾ സൈറയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഷഹീലിൻ്റെ ഒക്കെ ശേഷം സൈറയിലുള്ള ഒരുപാട് ആസ്പിറൻസ് ഉണ്ട് നെറ്റ് ഹിസ്റ്ററിയിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന. അവരൊക്കെ ബേസിക്കലി എപ്പോഴും അവർ പറയുന്നൊരു കാര്യം ക്വസ്റ്റ്യൻ പാറ്റേണുള്ള
അത് എന്താ പറയാ നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാൻ കഴിയാത്ത മാറ്റങ്ങൾ ഒരു തവണ ഉള്ളതല്ല, പിന്നത്തെ ഒരു തവണ അട്ടേണലി ഡിഫറെന്റ് ആയ സാധനങ്ങൾ പലപ്പോഴും സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല. പേപ്പർ 1 ചിലപ്പോൾ നന്നായിട്ട് സ്കോർ ചെയ്യും, പക്ഷെ അപ്പോൾ പേപ്പർ 2 തീരെ സ്കോർ ചെയ്യാൻ കഴിയുന്നില്ല. പേപ്പർ 2 നന്നായിട്ട് ചില സമയങ്ങളൊക്കെ കിട്ടുമെങ്കിൽ പേപ്പർ 1 അവർക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ ആളുകളോടൊക്കെ എന്താ ബേസിക്കലി ഈ ഒരു എക്സാമിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളിത് സംസാരിക്കുമ്പോൾ എക്സാം പാറ്റേണിലൊരു മാറ്റം പ്രകടമായ നോട്ടിഫിക്കേഷനിൽ വന്നൊരു സമയം കൂടിയാണ്. എക്സാം കമ്പ്യൂട്ടർ ബേസ്ഡ് നിന്ന് മാറ്റി നമ്മൾ പെൻ ആൻഡ് പേപ്പറിലേക്ക് മാറി. എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞ 3ാമത്തെ തവണയാണ് ഞാൻ എഴുതുന്നത്. എനിക്ക് 2 വട്ടത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പരാജയപ്പെട്ടത്, എനിക്ക് ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ ഈ 3ാമത്തെ തവണ ഞാൻ കുറച്ച് റെക്ടിഫൈ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ PYQ ഫോക്കസ് ചെയ്യുക, അതാണ് ഏറ്റവും മെയിൻ. കാരണം ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കടൽ പോലെ കിടക്കുന്ന ഒരു സബ്ജക്റ്റ്. നമുക്ക് എവിടെ നിന്നും ഇന്നലെ കഴിഞ്ഞു പോയതും ഹിസ്റ്ററിയാണ്, ചോദ്യം ചോദിക്കാം മേ ബി, നമുക്ക് അറിയില്ല എവിടെ നിന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ. അതിന് ഏറ്റവും ഉപകാരപ്രദ PYQs വീണ്ടും റിപ്പീറ്റഡ്ലി ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ഇത് ബേസിക്കലി അറ്റ് ദ എൻഡ് ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. കോമ്പറ്റീറ്റീവ് എക്സാമിന് അതിൻ്റെതായ ഒരു സ്ട്രാറ്റജി ഉണ്ട്, ആ സ്ട്രാറ്റജിയിലൂടെ നമ്മൾ പോകണമെന്നുള്ളത്. ഇന്ന് പോലും ഒരു എയ്ഡഡ് സ്കൂളിൽ അധ്യാപകനാണ്, ഹയർ സെക്കൻഡറി അധ്യാപകനായ ഒരാൾ ഇന്ന് മോർണിംഗിൽ വിളിച്ച് ഞാൻ ഒരുപാട് സമയം സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 2 മാസം അല്ലെങ്കിൽ 1.5 മാസമാണ് ഇനി എക്സാമിനുള്ളത്. അപ്പോൾ അവരോട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഉപീന്ദർ സിംഗ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് അവരിപ്പോൾ ഈ ഒരു 1.5 മാസത്തിന് വായിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അത് ബേസിക്കലി പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്ന് എനിക്ക് തോന്നി. എന്താ ഷഹീലിന്റെ ഒരു അഭിപ്രായം? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഈ ഉപേന്ദ്ര എന്നല്ല, ഏതൊരു അഡ്വാൻസ്ഡ് ബുക്കും വൺ ഓഫ് ദ ബെസ്റ്റ് ആണെങ്കിൽ അത് ഹിസ്റ്ററിക്ക് ഉപകാരപ്പെടുക തന്നെ ചെയ്യും. പക്ഷെ നമ്മുടെ മുന്നിൽ ലിമിറ്റഡ് ടൈമാണ് ഉള്ളതെങ്കിൽ പിന്നെ ഒരുപാട് ഡെപ്ത് റീഡിംഗിലേക്ക് അതായത് നമ്മൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് കസ്റ്റമൈസ് ചെയ്യണം. നമ്മുടെ ടൈം കൃത്യമായിട്ട് സ്ട്രാറ്റജി നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഈ 3ാമത്തെ തവണ നെറ്റടിക്കുമ്പോൾ ഞാനൊരു ഫുൾ ടൈം വർക്കറായിരുന്നു. 9 to 5 ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ മുന്നിൽ ആകെ കിട്ടിയ സമയം എന്ന് പറഞ്ഞാൽ വെറും 2 മണിക്കൂർ. ഈ 2 മണിക്കൂർ ഞാൻ കംപ്ലീറ്റ്ലി നെറ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് തന്നെ ആയിരുന്നു. ഞാൻ കൃത്യമായി പ്ലാൻ ചെയ്യും. അതായത് ഞാൻ കിടക്കുന്നതിന് മുന്നേ പിറ്റേന്നൊക്കെ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നുണ്ടാവും. എന്നിട്ട് ഞാൻ മുന്നോട്ട്, കാരണം എൻ്റെ മുന്നിൽ സമയമില്ല. ഒരു 2 മണിക്കൂർ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഒരുപക്ഷെ ഞാൻ സൈറയേക്കാളും കൂടുതൽ ഷഹീലിനെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിട്ട് പേഴ്സണലി ഞാനായിരിക്കും എനിക്ക് തോന്നുന്നത്, സൈറ എന്നുള്ള ഒരു സിസ്റ്റത്തെക്കാളും കൂടുതൽ. കാരണം നമ്മൾ ഇപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 10ാം ക്ലാസ്സിൽ ഷഹീൽ പഠിക്കുന്ന സമയത്ത് പൊതുവേ നാട്ടിൽ ഞാനൊരു എല്ലാ 10ാം ക്ലാസ്സിനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഷഹീൽ അന്ന് എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അല്ലെ നമ്മൾ കുറേ ഇംഗ്ലീഷ് അതും ഇതൊക്കെ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്, അത് നമ്മളതിന് ശ്രമിച്ചിട്ടുണ്ട് റിസൾട്ട് കിട്ടാൻ വേണ്ടി. അതിനുശേഷം പിന്നീട് +2 കഴിഞ്ഞു, പിന്നീട് ഡിഗ്രി ചെയ്തു. അതിനുശേഷം പിന്നീട് ഈ ഡിഗ്രിയുടെ സമയത്ത് ബേസിക്കലി നമുക്ക് തന്നെ ഷഹീലിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ഒരു CUET അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പറ്റി വെച്ചിട്ട് നമ്മൾ രണ്ടാളും തന്നെ ഇരുന്ന് കുറെ റിസർച്ച് നടത്തി. ഒന്നും മനസ്സിലായില്ല അല്ലേ? ഡൽഹി യൂണിവേഴ്സിറ്റി അന്ന് ബേസിക്കലി ഏതൊക്കെ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കൊന്നും മനസ്സിലാതെ നമ്മൾ ആ ശ്രമം ഉപേക്ഷിച്ചു. അവസാനം എവിടെയാണ് ഡിഗ്രി കഴിഞ്ഞത്? സെന്റ് മേരീസ് കോളേജ്, പുത്തനങ്ങാടി സെന്റ് മേരീസ് കോളേജിൽ നിന്നാണ് ഹിസ്റ്ററിയിൽ ഡിഗ്രി കഴിഞ്ഞത്. അതെ. അതിനുശേഷം പിന്നീട് PGക്ക് വേണ്ടി അവസാനം PGക്ക് വേണ്ടി പോകുമ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഇട്ട് രണ്ടാളും ഒരു ക്ലാസ്സിലേക്ക് എത്തുകയാണ്. 10ാം ക്ലാസ്സിൽ നിന്ന് മാഷും അതേപോലെ കുട്ടികളായിട്ട് പിന്നെ അവസാനം നമ്മൾ എന്ത് ഒരു അതെ തീർച്ചയായും ഒപ്പം പഠിക്കണം. അങ്ങനെ എന്തായാലും പോയി ഞങ്ങള് അവസാനം പിന്നെ റൂംമേറ്റ്സുമായി അവിടുന്ന് ആദ്യം 2 ഹോസ്റ്റലുകളായിരുന്നു. പിന്നെ നമ്മൾ ഒരു റൂമിലേക്ക് വന്നു. അപ്പൊ ഈ ഒരു റൂമിലേക്ക് മാറിയതിന് ശേഷമുള്ള അവിടെയുള്ള നമ്മളുടെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ദിവസങ്ങൾ പലപ്പോഴും ഷഹീലിന്റെ നൈറ്റിലൊന്നും കാണൂല. ഞാനവിടെ ഇരിക്കുമ്പോഴും നമ്മൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ അവിടെ ഒതുങ്ങും, ചിലപ്പം നമ്മളും പുറത്തിറങ്ങും. പക്ഷെ ഷഹീലൊക്കെ എന്ന് പറഞ്ഞാൽ പാറി നടക്കുന്ന ഒരു പ്രായമാണ്. എന്തായാലും നമ്മൾ ഫ്രണ്ട്സും എല്ലാവരും കൂടി നമ്മൾ പലപ്പോഴും പുറത്തൊക്കെ പോയി ഭയങ്കര സന്തോഷമായിരുന്നു. അതിനിടയിലും നമ്മൾ നമ്മുടെ അക്കാഡമിക്സ് കരിയറിനെ നമ്മൾ എന്ത് ചെയ്തു, നെർച്ചർ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്നുള്ള. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം, ഈ അക്കാഡമിക്സിലേക്ക് പോകുന്ന സമയത്ത് ഫുള്ളി സീരിയസ് ആയിട്ട് അവസാനം എക്സാം പ്രഷറിലേക്ക് വന്നിട്ട് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ അവസാനം തല്ലിക്കെടുത്തുന്ന ഒരു തലമുറ വളർന്നു വരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പേഴ്സണലി നമ്മളോട് വിളിക്കുന്ന ഇപ്പോൾ എക്സാം പാറ്റേണിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നാൽ അവർ സൈഡായി പോവാണ്. അപ്പോൾ ബേസിക്കലി നമ്മളൊരു ഇതേപോലെയുള്ള ഒരു വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമുക്ക് നമ്മളുടെ സന്തോഷങ്ങളും ഒക്കെ മാറ്റി വെക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ അതിന്റെ ഒരു ജേണി പറഞ്ഞുതരാം. അതൊരു പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആയി തോന്നിയോ? പ്രയാസമല്ല, അതൊരു കോംപ്ലിക്കേറ്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഒന്നും കൂടെ അതൊരു വളരെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പറയുന്നു.
ഞാൻ പറഞ്ഞു 2016 ഞാൻ SLC ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു അംഗനവാടിയിൽ നവാസാറായിരുന്നു ഞങ്ങൾ ക്ലാസ് എടുത്തത്. ഏകദേശം 10-35ഓളം എൻ്റെ പ്രായമുള്ള ആൺകുട്ടികളെ കൂടി നവാസിന്റെ അണ്ടറിലായിരുന്നു വന്നിരുന്നത്, ക്ലാസ്സുകളൊക്കെ കേട്ടിരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഒരു ആഗ്രഹം, സ്വപ്നം കാണാനൊക്കെ ആഗ്രഹം ശരിക്കും എന്നെ പഠിപ്പിച്ചത് നവാസ് തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം പല കാര്യങ്ങളിലും എന്നോട് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇൻട്രാ അത് പഠിക്ക്, നിങ്ങൾക്ക് മാത്സ് ഇഷ്ടമല്ലേ എങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്ക്, ഹിസ്റ്ററി നിനക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അത് പഠിക്ക്, സിവിൽ സർവീസ് എന്നൊരു സ്വപ്നം എൻ്റെ ഉള്ളിൽ മുട്ടിട്ടതൊക്കെ നവാസ് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണം, നമുക്ക് ഒരുമിച്ച് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും കൃത്യമായിട്ട് എങ്ങനെയാണ് അതിന് പഠിക്കേണ്ടത് എന്ന കാര്യങ്ങളും ഏതൊക്കെ ബുക്കാണ് റെഫർ, കാരണം എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഒരു നോർമൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നമുക്ക് ബാക്ക് ഡ്രോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി എന്നെ കൂടുതൽ കീപ്പ് മോട്ടിവേറ്റ് ചെയ്തിരുന്നത് നവാസിന്റെ ഒരു പ്രസൻസ് ആയിരുന്നു. പിന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒരേ റൂമിൽ എത്തിയപ്പോഴും ഞാൻ കണ്ടത് കാര്യങ്ങൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് നവാസ്. കൃത്യം 4 മണിക്ക് എണീക്കുന്നു, പുസ്തകം എടുക്കുന്നു, പഠിക്കുന്നു. ഞങ്ങളൊക്കെ പുറത്ത് പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ DJ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാനില്ല, എനിക്ക് പഠിക്കണം, ഫുൾ പക്ക ഒരു ഡെഡിക്കേറ്റഡ് ആയിരുന്നു. അത് കൃത്യമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നവാസ് അവിടുന്ന് പോയപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടത് ആ ഒരു മോട്ടിവേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പിറകെ ആയിരുന്നു എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. നവാസിനെ എൻ്റെ ഒരു മെൻറ്റർ ആയിട്ട് തന്നെ എപ്പോഴും എനിക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ചിരുന്നത് നവാസിനോട്. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് JRF കിട്ടുമോ ഇപ്രാവശ്യം, എങ്ങനെയാണ് ഇത്, ഒരുപാട് പേരുണ്ടല്ലോ, നെറ്റ് ഒരൊട്ടം കിട്ടാതിരുന്ന ആ സമയത്ത് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് 500 പേർക്ക് JRF കൊടുക്കുന്നുണ്ട്, എനിക്കതിൽ ഒരാളായ പോലെ, എന്തിനാണ് ഈ 500 എനിക്ക് വേണമെന്നില്ലല്ലോ, ബാക്കിയുള്ളവരെ വിട്, എനിക്ക് ഒന്നേ ആവശ്യമുള്ളൂ, ആ ഒന്നിലേക്ക് നീ ഫോക്കസ് ചെയ്ത് എന്നെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു നവാസ്. JRFന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഉപേക്ഷിച്ചെന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റത്തില്ല. എനിക്ക് പ്രാവശ്യം എഴുതിയാൽ കൊള്ളാമെന്നുണ്ട്. JRF ഒരു PhD സ്വപ്നമുണ്ട് ഇപ്പോഴും ചെറുതായിട്ട് അവിടെ എവിടെയെങ്കിലേക്ക്. എന്തായാലും കിട്ടട്ടെ, JRF ക്വാളിഫൈ ചെയ്യട്ടെ. എന്തായാലും നിങ്ങളെ പോലത്തെ, പ്രത്യേകിച്ച് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്, നമ്മൾ ഒരു നാട്ടുകാരായതുകൊണ്ട് ആ നാട്ടുകാർക്ക് നമ്മളുടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഷഹീലിന് നേടിയ നേട്ടത്തിന്റെ വാല്യൂ ഒന്നും അറിയില്ലെങ്കിലും അടുത്തൊരു ജനറേഷൻ ഇത് അറിയും. അതിനുവേണ്ടി ബേസിക്കലി നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നത് PhD ഉള്ള ആരും ഉണ്ടാവില്ല, അപൂർവമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു PhD ഒക്കെ നേടണം എന്ന് പേഴ്സണലി എനിക്കും ഷെയിൽ അങ്ങനെ നേടുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അത് പറഞ്ഞപ്പോൾ അതിനൊരു ഫണ്ണി ഫാക്ടർ ആയിട്ട് പറയുള്ളത്, നെറ്റ് കിട്ടിയപ്പോൾ അറിയില്ല എളാപ്പാർക്കും വീട്ടുകാർക്കും എന്താണ് നെറ്റ് എന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ പോസ്റ്റർ കണ്ടു അവരിങ്ങനെ നെറ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് ഒരാൾ വിളിച്ച് ചോദിക്കണം, എൻ്റെ ഫാമിലി ഉള്ളത് നെറ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഒരു കൊല്ലം ഫുൾ ഫ്രീ ആയിട്ട് കിട്ടുകയാണ്, എന്താണെന്നുള്ളത് ഒരു സംഭവം അവിടെ ഓർക്കാണ്. ഇപ്പോൾ ബേസിക്കലി ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും പലപ്പോഴും ഒരു അക്കാഡമിക് ഫീൽഡിലേക്ക് വരുമ്പോൾ പലതും മിസ് ചെയ്യുന്നു. കൂടുതൽ എഞ്ചിനീയറിംഗ്, ഒരു MBBS ബാക്ക്ഗ്രൗണ്ട് ആണ് എല്ലാവർക്കും അറിയുന്ന ഒരു അറിയപ്പെടുന്ന ഫീൽഡ്. അപ്പൊ ഇങ്ങനെയൊക്കെ യാത്രകൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ യാത്രകൾ സാധ്യമാണ് എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇനി എന്താണ് ജീവിതത്തിലെ സ്വപ്നങ്ങളിലേക്ക്? സ്വപ്നം PhD മുന്നിലുണ്ട്, അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒപ്പം തന്നെ സിവിൽ സർവീസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടൊക്കെ, ഗവൺമെന്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യണം ആഗ്രഹം. മൊത്തത്തിൽ അതായത് സിവിൽ സർവീസ് മാത്രം, അതോ മൊത്തത്തിൽ മൊത്തത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം ആണ്? PSC നോക്കുന്നുണ്ട്. തീർച്ചയായും. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഞാൻ വളരെയേറെ സന്തോഷത്തിലാണ്. കാരണം നമ്മളോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കൊണ്ടും ഒപ്പം നമ്മുടെ ഒപ്പം, ഇപ്പോൾ നമ്മളെ യാത്ര കണ്ടു എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും എനിക്ക് 30 വയസ്സായി, ജയിലിനേക്കാൾ എത്രയോ ചെറുപ്പമാണ്. ഒപ്പം ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ സന്താപത്തിലൊക്കെ കൂടെ വന്നു. ഇപ്പോൾ നമ്മൾ ഈ ഒരു യാത്രയിൽ സൈറയേക്കാളും കൂടുതൽ ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും, സൈറയുടെ സിസ്റ്റത്തിൻ്റെ ഭാഗവുമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ എല്ലാവരോടും പറയുന്നത് പോലെ ഇത് ബേസിക്കലി നമ്മളുടെ അക്കാഡമിക് ജേർണിയുടെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ കാണണം എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ ഡെഡിക്കേറ്റഡ് ആവാനുണ്ട്. നമ്മളൊരു പലപ്പോഴും ഞാൻ പറയാറുള്ളത് ഒരു സ്ട്രാറ്റജിക് പ്ലേ ആണ്, ഒരു ഫുട്ബോൾ കളി പോലെ ഒരു സ്ട്രാറ്റജിക് പ്ലേ ആണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ നമുക്ക് പരിക്കുകൾ പറ്റാം, ചിലപ്പോൾ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് വരാം, ചിലപ്പോൾ നമ്മളുടെ ഒരു മുന്നിലുള്ള ഒരാൾക്ക് പന്ത് പാസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും മികച്ച വഴി, ചിലപ്പോൾ നമ്മൾ തന്നെ പന്തിട്ട് റൺ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു സ്ട്രാറ്റജി എപ്പോഴും നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ജീവിതത്തെ ആ പോസിറ്റീവായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു മോട്ടിവേഷൻ കൊടുക്കാൻ ഷെയ്ലിൻ്റെ യാത്രക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വന്നതിലും കണ്ടതിലും സംസാരിച്ചതിലൊക്കെ സന്തോഷം. വളരെ നന്ദി.